പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളെ ഇതുവരെയും അമ്മയോടുള്ള മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഇന്ന് ഈ ദിവസം ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വീകരിച്ച് ഈശോയുടെ കുരിശിലെ വേദനയോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ, ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കടബാധ്യതകളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ കാണണമേ. ഞങ്ങളുടെ നീറുന്ന നൊമ്പരങ്ങളെ അറിയണമേ. ഞങ്ങളുടെ തൊഴിലില്ലാത്ത അവസ്ഥകളെ കാണണമേ. ഏറെ പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കിയിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങ് അറിയണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്കായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. അമ്മയെ ഏറ്റെടുത്ത് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഉദരസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേകം മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെയും രോഗക്കിടക്കയിലേക്കൊന്ന് കടന്നു വരണമേ. വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാവരുടെയും അരികിലേക്ക് തക്ക സമയത്ത് അങ്ങ് ഇറങ്ങി വരണമേ. അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ കാണണമേ. അവരുടെ എല്ലാവരുടെയും നൊമ്പരങ്ങളെ കാണണമേ. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഏറെ പ്രതീക്ഷയോടെ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോകാനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, തടസ്സങ്ങളൊന്നും കൂടാതെ അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്കവിധമുള്ള എല്ലാ വഴികളും തുറക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജോലി മേഖലകളെ സമർപ്പിക്കുന്നു. സത്യസന്ധതയോടെയും കൃത്യനിഷ്ഠയോടെയും കൂടി ചെയ്യുവാൻ തക്കവിധം ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾക്ക് കാവലായി തുണയായി കാത്തുകൊള്ളണമേ. കർത്താവേ, ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ, കുടുംബജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ, ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാവലും തുണയുമായി കൂടെ നിൽക്കണമേ. കർത്താവേ, തിരുകുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. കർത്താവേ, നേർവഴിക്ക് ഞങ്ങളെ നടത്തണമേ. കർത്താവേ, ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കരുതേ നാഥാ. ഞങ്ങളുടെ കുറവുകളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല അപ്പാ. എങ്കിലും ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ. ഹൃദയം നുറുങ്ങി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിലൊന്ന് തുറക്കണമേ തമ്പുരാനെ. കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ നാഥാ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നൊമ്പരങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവേ, അനേകം മക്കൾ കർത്താവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരുണ്ട്. ദൈവമേ, കടം വാങ്ങിയ പൈസ പോലും തിരികെ കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. കർത്താവേ, അവർക്കെല്ലാവർക്കും വഴിയുടെ വാതിലൊന്ന് തുറന്നു കൊടുക്കണമേ നാഥാ. പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണീരോടെയുള്ള അവരുടെ പ്രാർത്ഥന കേൾക്കണമേ. അവരുടെ പേപ്പറുകളൊക്കെ നോക്കുന്ന അധ്യാപകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നല്ല വിജയം കൊടുത്ത കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പഠനത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ. ഒരു കുഞ്ഞു പോലും പതറിപ്പോകുവാൻ അനുവദിക്കരുതേ. കർത്താവേ, ദാനമായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന മക്കൾ കർത്താവേ, ദൈവസ്നേഹത്തിൽ ജീവിപ്പാൻ അനേകം മക്കൾക്ക് മാതൃകയായി വളർന്നു വരുവാൻ തക്കവിധം അവരെ ഇടയാക്കണമേ. കർത്താവേ, അവരുടെ ഭാവി ജീവിതത്തെ സുരക്ഷിതമാക്കി മാറ്റണമേ. കർത്താവേ, അന്ധകാര ശക്തികളിൽ പെട്ടുപോകുവാൻ നീ വിട്ടുകൊടുക്കല്ലേ. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ ദൈവസ്നേഹത്തിൽ വളർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടെ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചുറ്റുമായി താമസിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വൈദികരെ, സന്യസ്ത്രയും ദേവേല ചെയ്യുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാത്തുകൊണ്ട് ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധയമ്മേ, ദേവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.